ഓം. ഇനി നമുക്ക് ഭാഗവത ധ്യാനത്തിലൂടെ 9ാമത്തെ സ്കന്ധത്തിലെ 4ാം അധ്യായം മുതൽക്കുള്ള ആശയങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ അംബരീഷ ചരിതം പറയുവാനായിട്ട് ആരംഭിക്കുകയാണ്. സൂര്യവംശത്തിലെ ഒരു പ്രധാന രാജാവായിരുന്ന ആ അംബരീഷ മഹാരാജാവിന്റെ ചരിതമാണ് 4ാമത്തെയും അതുപോലെ 5ാമത്തെയും അധ്യായങ്ങളിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അപ്പൊ നമുക്ക് അംബരീഷ ചരിതം എന്താണെന്ന് ഭാഗവതത്തിൽ നിന്നും ചെറിയതായിട്ടൊന്ന് പരിശോധിക്കുവാൻ ആരംഭിക്കാം. ഇവിടെ നമ്മൾ ശ്രീ ശുകബ്രഹ്മർഷി ഭഗവാന്റെ അവതാരത്തിന് മുമ്പ് തന്നെ ബലരാമസ്വാമികളുടെ വിവാഹം ചെയ്ത് വെച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഇനി നമ്മുടെ വൈവസ്വത മനുവിന്റെ ആ പുത്രന്മാരിൽ പുത്രനായ നാഭാഗൻ എന്ന ഒരു പുത്രനുണ്ടായിരുന്നു. ആ പുത്രൻ ശിവഭക്തനായിരുന്നു. ശിവഭക്തനായ നാഭാഗന്റെ പുത്രനായിട്ടാണ് അംബരീഷൻ ജന്മമെടുത്തത്. അംബരീഷ മഹാരാജാവ് സപ്തദ്വീപുകളെയും അടക്കി ഭരിച്ച മഹാചക്രവർത്തിയായിരുന്നു. അംബരീഷ മഹാരാജാവ് വിഷ്ണു ഭക്തന്മാരിൽ ഏറ്റവും പ്രധാനിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഈശ്വരീയമായ ഭക്തിയിലുണ്ടായിരുന്ന ദൃഢത കാരണം രാജാവിനെ ബ്രാഹ്മണ ശാപം പോലും ബാധിക്കുകയുണ്ടായില്ല. ഇങ്ങനെ ശുകബ്രഹ്മർഷി പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോ ശ്രീ പരീക്ഷിത്തിന് അത്യധികം ആഗ്രഹം ജനിച്ചു ആ കഥയുടെ വിശദീകരണം കേൾക്കുവാനായിട്ട്. കാരണം താനിപ്പോ ബ്രാഹ്മണ ശാപം കൊണ്ടാണല്ലോ 2-3 ദിവസങ്ങൾക്കുള്ളിൽ ശരീരം നഷ്ടപ്പെടുവാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ബ്രാഹ്മണ ശാപം പോലും ഈശ്വരീയ മഹിമയിലെ ആഴമായ ദൃഢത കാരണം മാറിപ്പോയി എന്ന് കേട്ടപ്പോ ആ സംഭവം വിശദീകരിച്ച് കേൾക്കുവാൻ സ്വാഭാവികമായിട്ടും ആർക്കും ജിജ്ഞാസ ഉണരും. എന്തായാലും പരീക്ഷത്തിന്റെ ആ ചോദ്യം ശുകബ്രഹ്മർഷിക്ക് വളരെയധികം തൃപ്തമായി. അദ്ദേഹം ആ അംബരീഷ ചരിതം വിശദീകരിച്ച് പറയുവാനായിട്ട് ആരംഭിക്കുകയാണ്. അംബരീഷ ചക്രവർത്തി സപ്തദ്വീപുകളെയും അടക്കി ഭരിച്ചിരുന്നെങ്കിലും ആ മഹാരാജാവ് ഐശ്വര്യങ്ങളിലോ ആഡംബരങ്ങളിലോ അല്പവും ആസക്തിയുള്ള വ്യക്തിയായിരുന്നില്ല. ആ അനാസക്തിക്ക് കാരണം രാജാവിലുണ്ടായിരുന്ന ഈശ്വരീയമായ അവബോധത്തിലുണ്ടായിരുന്ന അനന്യമായ ഭക്തിയായിരുന്നു. അനന്യഭക്തനായ അംബരീഷ മഹാരാജാവ് ദശേന്ദ്രിയങ്ങളെ കൊണ്ടും സദാപി ഈശ്വരീയ നാമത്തെ, ഈശ്വരീയമായ പ്രഭാവശക്തിയുടെ മൂലമന്ത്രത്തെ സദാപി മനസ്സിൽ സ്മരിച്ച് ജപിച്ച് കൊണ്ട് ആയിരുന്നു ധർമ്മങ്ങളെല്ലാം ആചരിച്ചു വന്നിരുന്നത്. ഭഗവത് ഭജനത്തില് ശ്രദ്ധ പതിപ്പിച്ച ആ
രാജാവ് വാസ്തവത്തില് ആ ഈശ്വര ഭജനത്തിലുള്ള ദൃഢമായ ചിന്ത കാരണം രാജകാര്യങ്ങളിൽ വാസ്തവത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കുകയൊന്നും ഉണ്ടായില്ല. രാജാവ് രാജകാര്യങ്ങൾ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്ന് വരികയാണെങ്കിലും രാജാവിലെ ആ അനന്യമായ ഭക്തി ഉണ്ടായിരുന്നുകൊണ്ട് രാഷ്ട്രകാര്യങ്ങളെല്ലാം മുറ പോലെ നിർവിഘ്നം മുന്നിലേക്ക് തുടർന്നു പോവുകയും ചെയ്തു. ആ അംബരീഷ മഹാരാജാവിന്റെ തന്നിലുള്ള ഭക്തി പ്രത്യേകം ശ്രദ്ധിച്ച കണ്ടറിഞ്ഞ സാക്ഷാൽ ആ ആദിനാരായണനായ ഭഗവാൻ, വൈകുണ്ഠമൂർത്തിയായ നാരായണമൂർത്തി രാജാവിന്റെ സർവരക്ഷയ്ക്കും വേണ്ടിയിട്ട് തന്റെ സുദർശന യന്ത്രത്തെ തന്നെ, സുദർശന ചക്രത്തെ തന്നെ രാജാവിനായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. രാജാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സദാപി സുദർശന ചക്രം രാജാവിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാര്യമാണ്. തന്നെ പോലെ ശ്രീവിദ്യ, ആ തന്ത്രം, അതുപോലെ പരമഹംസ മന്ത്രം പോലെയുള്ള സന്യാസ ധർമ്മത്തിലെ ദീക്ഷ, നിഷ്ഠ, ഇതൊക്കെ പാലിക്കുന്ന, ആചരിക്കുന്ന ഞങ്ങളുടെ രക്ഷയ്ക്ക് ഈ ലോകത്തില് പലർക്കും സഹായവുമായിട്ട് മുന്നിലേക്ക് വരുവാൻ സാധിച്ചില്ലെങ്കിലും എന്നെപ്പോലുള്ള സാധു ജനങ്ങളുടെ രക്ഷ വാസ്തവത്തിൽ ആ ഈശ്വരീയമായ ശക്തിയുടെ ആയുധങ്ങൾ, ഈശ്വരീയമായ ശക്തിയുടെ അദൃശ്യമായ ദേവതകളെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ അംബരീഷ ചരിത്രത്തിൽ നിന്നും സുവ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ സംഭവമെന്ന് നമുക്ക് വരും ഭാഗങ്ങളിലൂടെ വ്യക്തമായിട്ട് അറിയുവാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് തന്നെ പോകാം. അംബരീഷ മഹാരാജാവ് തനിക്ക് ആ വിഷ്ണു ഭഗവാനിൽ ഭക്തി ഉറയ്ക്കുവാൻ വേണ്ടിയിട്ട് എല്ലാ ഏകാദശിയും വ്രതമായിട്ട് തന്നെ ആചരിക്കാറുണ്ടായിരുന്നു, ഉപവസിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കല് ആ പാവനമായ മധുവനത്തിൽ വെച്ച്, മധുവനത്തെ ഇന്നത്തെ മധുരയായിട്ടാണ് പണ്ഡിതന്മാര് ആ മധുവനത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ മധുര പട്ടണം അതിനെയാണ് പഴയ മധുവനമായിട്ട് ഗണിച്ചു പോരുന്നത്. അങ്ങനെയുള്ള ആ മധുരയിൽ വെച്ച്, മധുവനത്തിൽ വെച്ച് അദ്ദേഹം പ്രത്യേക രീതിയിൽ ഏകാദശി വ്രതത്തെ ആചരിക്കുവാനായിട്ട് നിശ്ചയിച്ചു. ദശമി ദിവസത്തിലെ ഒരിക്കലിരുന്ന് ഏകാദശി ദിവസം നിരാഹാര വ്രതം അനുഷ്ഠിച്ചിട്ട് ദ്വാദശി നാളിലെ പാരണ വീട, ഇതാണ് വ്രതം. വ്രതത്തിന്റെ ഏകദേശ സ്വഭാവം ഇതാണ്. വളരെ ശ്രദ്ധയോടുകൂടി ഒരു കൊല്ലം എല്ലാ ഏകാദശിയും ഇങ്ങനെ അനുഷ്ഠിച്ചു പോകുന്നു. അപ്പൊ ഒരു കൊല്ലം ചെയ്യുന്ന അവസാനത്തെ ദ്വാദശി ദിവസം കോടിക്കണക്കിന് വരുന്ന ബ്രാഹ്മണർക്ക് ഭോജനവും അതുപോലെ പശുദാനവും എല്ലാം കഴിച്ച് അംബരീഷൻ പാരണ വീട്ടുവാൻ, ഉപവാസം വ്രതം സമാപിപ്പിക്കുവാൻ ഭാവിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ആ ശൈവാവതാരമായ, ശൈവമൂർത്തിയായ ശങ്കര ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമായിട്ട് സാക്ഷാൽ ദുർവാസസു മഹർഷി, ക്രോധഭട്ടാരൻ, ദുർവാസ മഹർഷിയുടെ ഒരു അപരനാമമാണ് ക്രോധഭട്ടാരൻ. ഇത് പറയുമ്പോ പൂർവാശ്രമം, അതായത് സന്യസിക്കുന്ന മുമ്പിൽ എന്റെ ബ്രഹ്മചര്യാശ്രമത്തില് ഗുരുകുലങ്ങളിലൊക്കെ താമസിക്കുന്ന തപസ്സും സ്വാധ്യായമൊക്കെ ആചരിച്ചു വരുന്ന സന്ദർഭത്തില്
എന്റെ ഒരു നിക്നെയിമായിട്ട് വാസ്തവത്തിലെ ദുർവാസാവ് ക്രോധഭട്ടാരകൻ എന്നുള്ള ഒരു നാമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അതിന്റെ പ്രചോദനം മറ്റു പലതുമായിരുന്നു. കാരണം ഗുരുക്കന്മാര് പകർന്നു തന്ന അറിവിൽ നിന്നും എന്റെ ചിന്തയിലുണ്ടായിരുന്ന അറിവിൽ നിന്നും ആത്മീയതയിൽ പരീക്ഷയാണ് ആദ്യം, വിദ്യ അവസാനമാണ് എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, ആരെയും ആവശ്യമില്ലാതെ അടുപ്പിക്കുവാൻ പാടുകയുമില്ല എന്നുള്ളൊരു ധാരണയും എന്റെ ചിത്തത്തിൽ രൂഢമൂലമായിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത, എന്താ പറയുക, വില കുറഞ്ഞത് എന്ന് പറയാനൊന്നുമില്ല എന്ന് വരികയാണെങ്കിലും ആത്മീയ ദൃഷ്ടിയിലിപ്പോ ഞങ്ങൾ ആത്മീയതമായ ആചാരാനുഷ്ഠാനങ്ങൾ തുടർന്നു പോകുമ്പോൾ അവിടെ അനാത്മീയമായിരിക്കുന്ന വിഷയങ്ങളും ആശയങ്ങളുമായിട്ട് വരുന്നവരെ അകറ്റുവാൻ വേണ്ടിയിട്ട് എന്റെ അബോധ മനസ്സ് കണ്ടുപിടിച്ചൊരു സൂത്രമായിരുന്നു വാസ്തവത്തിൽ എന്റെ ആ ക്രോധഭാവം എന്ന് എനിക്ക് പിന്നീട് ഈശ്വരാനുഗ്രഹം കൊണ്ട് ബോധിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തൊക്കെ ഞാൻ ചില സന്യാസാശ്രമങ്ങളിൽ വീണ്ടും പോകുമ്പോൾ അവിടെയുള്ള ചില പുണ്യാത്മാക്കളിലൊക്കെ പറയുന്നുണ്ട്, ദുർവാസ മഹർഷി ഇപ്പോ വിശ്വാമിത്രനായിരിക്കുന്നു, വസിഷ്ഠനായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങനെ പറയാറുണ്ട്. അപ്പൊ ക്രോധഭാവമൊക്കെ പോയി ആള് ശാന്തഭാവമായിരിക്കുന്നു എന്നൊക്കെ. അങ്ങനെയൊക്കെയാണെങ്കിൽ ഇപ്പോഴും ഞാൻ ധരിച്ചു വെച്ച ധാരണകളും അറിവുകളും വാസ്തവത്തിലെ എന്റേത് മാത്രമാണ് എന്ന് വരികയാണെങ്കിലും അപ്പൊ അതിനെനിക്ക് വാസ്തവത്തിലെ പ്രമാണം ഗുരുജനങ്ങളും നമ്മുടെ വേദങ്ങളും ശ്രുതി സ്മൃതി പുരാണ ഇതിഹാസങ്ങളും ഗുരുപദേശങ്ങളും തന്നെയാണ് വാസ്തവത്തില് എന്റെ ധർമ്മത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രേരകവും പ്രചോദനവുമായിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിപരീതമായിട്ട് ആളുകളുടെ ഒരു രാഷ്ട്രീയക്കാരായാലും ശരി, അല്ലെങ്കിൽ സേവാപ്രവർത്തകരായാലും ശരി, ആശ്രമവാസികളായാലും ശരി, ആരായാലും ശരി, മനസ്സിലാക്കിയതിൽ നിന്നും വിപരീതമായിട്ടുള്ള അവരുടെ സമീപനങ്ങളും പ്രലോഭനങ്ങളും കാണുമ്പോൾ ഇപ്പോഴും വാസ്തവത്തില് ആ പഴയതുപോലെയുള്ള ക്രോധം, ദേഷ്യഭാവം പുറത്തേക്ക് വരാറില്ലെങ്കിലും അത് സ്നേഹപൂർവം അവരുടെ അഭ്യർത്ഥനയെ, അവരുടെ അപേക്ഷയെ എനിക്ക് നിരസിക്കുവാൻ സാധിക്കാറുണ്ട്. എന്തായാലും ഇരിക്കട്ടെ, ഇവിടെ ആ അംബരീഷന്റെ ഈശ്വരീയ മഹിമയുടെ, ഈശ്വരീയ ഭക്തിയിലുണ്ടായ അനുഗ്രഹം കൊണ്ടുണ്ടാകുന്ന അനുഭവ സിദ്ധിയെ ലോകർക്ക് വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ ആണിപ്പോ നമ്മുടെ ദുർവാസസ് മഹർഷി ഇവിടെ അംബരീഷന്റെ ആ വ്രതസ്ഥാനത്ത് വന്ന് ചേർന്നിരിക്കുന്നത്. അതിഥിയായിട്ടാണ് വന്നിരിക്കുന്നത്. മഹാരാജാവ് അതിഥിയായിട്ട് വന്നു ചേർന്ന ദുർവാസസ് മഹർഷിയെ സന്തോഷപൂർവം സ്വീകരിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹത്തിനെ ഭിക്ഷയ്ക്ക് ക്ഷണിച്ചു. അപ്പോ മഹർഷി പറഞ്ഞു, ഞാൻ സ്നാനമെല്ലാം കഴിഞ്ഞ് വരാം അങ്ങയുടെ ഭിക്ഷ സ്വീകരിക്കുവാൻ എന്നും പറഞ്ഞ് പരിവാരങ്ങളോട് കൂടിയിട്ട് കാളന്തി നദിയിലേക്ക് സ്നാനം ചെയ്യുവാനായിട്ട് പോയി. സ്നാനം ആ നദിയിലങ്ങ് മുങ്ങിയതും ബ്രഹ്മധ്യാനത്തില് ഋഷി അമർന്നുപോയി. ആ അതിഥിയായ ഗുരുവര്യൻ, ആചാര്യൻ ശൈവഭക്തനാണെങ്കിലും ആ ആചാര്യൻ തിരിച്ചു വരാത്തത് കൊണ്ട് അംബരീഷൻ വളരെയധികം വിഷമിക്കുകയുണ്ടായി. തന്നിവിടെ നമ്മൾ ശാസ്ത്രവിശകലനം, ശാസ്ത്രം അഭ്യസിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, മനുഷ്യരിൽ മാത്രമല്ല ദേവതാഭാവങ്ങളിലുമുള്ള ഭേദഭാവനയെ കളയുക എന്നതാണ് പ്രധാനമായിട്ടും ശാസ്ത്രത്തിന്റെ താല്പര്യം അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ ഉദ്ദേശം. അതിന്റെ ഉന്നതമായിരിക്കുന്ന തലത്തിലെ ഒരവബോധമാണ്. ഇവിടെ നമ്മൾ സാധാരണ തലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര മഹാശക്തികളെ അവരുടെ സമഷ്ടിയും
എത്ര മനുഷ്യരുണ്ടോ അത്ര ദൈവങ്ങളും അത്ര ദേവതയുമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വ്യവഹാര തലത്തിൽ ആ ഈശ്വരീയ സത്തയെ അറിയേണ്ടതായിട്ടും ബോധിപ്പിക്കേണ്ടതായിട്ടും വരും. എന്നാലും പാരമാർത്ഥികമായിരിക്കുന്ന വിശകലനത്തിൽ ഏകോഹം ബഹുസ്യാം ഏകം സത്യപ്ര ബഹുധ വദന്തി എന്നൊക്കെയുള്ള അർത്ഥവാക്യങ്ങളും ശ്രുതി സ്മൃതി ആ നിശ്ചയങ്ങളും അനുസരിച്ച് ആ ഈശ്വരന്റെ ഏകാത്മസത്തയെ ഏകത്വത്തെ അന്തിമമായിട്ട് ബോധിക്കൽ തന്നെയാണ് ശാസ്ത്രത്തിന്റെ പ്രയോജനം. അത് നമ്മളിവിടെ വിസ്മരിക്കാൻ പാടുകയില്ല. എന്തായാലും ദുർവാസു മഹർഷിയുടെ ആ തിരിച്ചു വരുവാനുള്ള കാലതാമസം അംബരീഷ മഹാരാജാവിനെ വളരെയധികം വിഷമിപ്പിച്ചു. പാരണയ്ക്കുള്ള സമയം അതിക്രമിക്കുകയും ചെയ്യരുത്. പാരണ വീട്ടുന്നതിന് മുമ്പേ മഹർഷിക്ക് ഭക്ഷണം കൊടുക്കാതെ പാരണയും വീട്ടുവാൻ പാടുകയുമില്ല. എന്തു ചെയ്യണം എന്നിങ്ങനെ അംബരീഷൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ എന്താ പറയുക ഗുരുജനങ്ങളും അതുപോലെ അദ്ദേഹത്തിന്റെ അന്തരംഗത്തിലും ഒരു പോംവഴി ഒരു മാർഗം ഉദിച്ചു. തുളസി തീർത്ഥം സേവിച്ചു കഴിഞ്ഞാൽ പാരണയുടെ ഫലം സിദ്ധിക്കും. എന്നാൽ ഭക്ഷണം കഴിച്ചാലത്തെ ദോഷം ഉണ്ടാവുകയുമില്ല. അങ്ങനെ ചിന്തിച്ച് മഹാരാജാവ് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് തുളസി തീർത്ഥം സേവിച്ച് പാരണ കഴിച്ചു. ഇതറിഞ്ഞ് ആ ദുർവാസു മഹർഷി തിരിച്ചെത്തുകയാണ്. അപ്പോ ക്രോധഭാവം നടിച്ചുകൊണ്ട് ആ രാജാവിനോട് മഹർഷി കയർക്കുവാൻ ആരംഭിച്ചു. വിഷ്ണുഭക്തനാണെന്നുള്ള അഭിമാനം കൊണ്ട് എന്നെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങിവിടെ ചെയ്തത്. എന്നാൽ എന്നെ അപമാനിച്ചതുകൊണ്ട് അങ്ങയെ ശിക്ഷിക്കാതിരിക്കാൻ നിർവാഹമില്ല. അതിനായിട്ട് ഞാനിപ്പോ അങ്ങയെ ശിക്ഷിക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് എന്നും പറഞ്ഞ് രാജാവിനെ ദഹിപ്പിക്കുവാൻ ഉള്ള ശക്തിയോടുകൂടിയിരിക്കുന്ന ഒരു കൃത്തികയെ ആഭിചാര സങ്കല്പത്തെ കൊണ്ട് അവിടെ സൃഷ്ടിക്കുകയാണ്. കൃത്തികൾ 64 അങ്ങനെ പലതുണ്ട്, പ്രത്യങ്കിര അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി കൃത്യകളാണ് വാസ്തവത്തിൽ ഈ ആഭിചാര ധർമ്മങ്ങളിൽ ആഭിചാര കർമ്മങ്ങളിൽ ഉഗ്രമൂർത്തികളായിട്ട് അറിയപ്പെടുന്നത്. ഈ കൃത്യകളെയൊക്കെ വിളിച്ചിട്ട് ആഭിചാരാദി ഹോമം ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കർമ്മമല്ല. ആ കർമ്മം അസ്ഥാനത്ത് അതിലേതെങ്കിലും ഒരു പാകപ്പിഴ സംഭവിച്ചാൽ കർമ്മി തന്നെ കാലങ്ങൾക്ക് യമപുരത്തിലേക്ക് പോകേണ്ടതായിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ കൃത്യയെ വിളിച്ച് ഹോമങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കൃത്യ തുടങ്ങിയിരിക്കുന്ന ഉഗ്രമൂർത്തികളെ വെച്ചിട്ടൊന്നും സാധാരണ രീതിയിൽ ആരും ഹോമങ്ങളും പൂജകളും യാഗങ്ങളൊന്നും ചെയ്തു വരാറില്ല. എന്തായാലും ഇവിടെ അങ്ങനെയുള്ള ആ ഉഗ്രമൂർത്തികളിൽ ഒന്നായിരിക്കുന്ന ഭയങ്കരമായ കൃത്യയാണ്. അധർമ്മ വേദത്തിലൊക്കെയാണ് വാസ്തവത്തിൽ അധർമ്മ മുദ്രയാളി അല്ലെങ്കിൽ പ്രത്യങ്കര എന്നൊക്കെയുള്ള രീതിയിൽ അറിയപ്പെടുന്ന ആ വേറെയും അപരനാമങ്ങളിലും അറിയപ്പെടുന്ന ആ കൃത്യയെ തന്നെ തന്റെ സങ്കല്പം കൊണ്ട് ദുർവാസു മഹർഷി അവിടെ സൃഷ്ടിക്കുകയാണ്. അങ്ങനെ രൂപം കൊണ്ട കൃത്യ നമ്മുടെ രാജാവിനെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. എന്നാൽ ഭഗവാനെ അനന്യാചിന്തയന്തോമ ഏജന പരിപാസ്വത്തെ തേഷാം നിത്യാഭ്യുക്താന യോഗക്ഷേമം വഹാമ്യഹം. ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ അറിയിപ്പിച്ച ആ ശ്ലോകത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് എന്താ നമ്മുടെ ആശ്രിതവത്സനായ ആ അംബരീഷന്റെ സമീപത്തു നിന്നും അനേക കോടി സൂര്യപ്രകാശങ്ങളോടുകൂടിയിട്ടുള്ള ഒരു സുദർശന ചക്രം അവിടെ പ്രത്യക്ഷമാവുകയാണ്. അംബരീഷനെ നശിപ്പിക്കുവാൻ നിന്ന
ആ കൃത്തിക സുദർശനത്തെ കണ്ടപ്പോൾ പിൻവാങ്ങുകയാണ്. അങ്ങനെ ആ സുദർശന ചക്രം പിന്നീട് തന്റെ ഭക്തനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ബാധ, ഉപദ്രവം, ക്ലേശം സൃഷ്ടിക്കുവാൻ പരിശ്രമം ചെയ്ത ദുർവാസ മഹർഷിയുടെ നേരെ താങ്ങി വരികയാണ് ചെയ്യുന്നത്. ആ കൃഷ്ണചക്രത്തെ കണ്ടപ്പോ ദുർവാസ മഹർഷി ആദരവോടും അതുപോലെ ഭയാശങ്കകളോടും കൂടിയിട്ട് ആളുകളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം പരിഭ്രമത്തോടുകൂടി എന്നുള്ള ഭാവത്തിൽ പിന്തിരിഞ്ഞ് ഓടുവാൻ തുടങ്ങി. സുദർശന ചക്രം തന്റെ പിന്നാലെ തന്നെ വരുന്നുണ്ട്. ദുർവാസ മഹർഷി ബ്രഹ്മദേവനെയും ശങ്കര ഭഗവാനെയും ബ്രഹ്മലോകത്തിലും കൈലാസ ലോകത്തിലും ഒക്കെ ചെന്ന് തന്നെ ഈ സുദർശന യന്ത്രത്തിൽ നിന്നും രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. എന്നാൽ അവിടെ നിന്നും അവർ രക്ഷയ്ക്ക് മെനക്കെട്ടില്ല. അവർ പറഞ്ഞു, വൈകുണ്ഠമൂർത്തിയായ ഭഗവാൻ ആദിനാരായണനെ തന്നെ അങ്ങ് അഭയം പ്രാപിക്കൂ. അങ്ങനെ ഭഗവാൻ അനുഗ്രഹിക്കുന്നതായിരിക്കുന്നുള്ള അറിവൊക്കെ കിട്ടി. വീണ്ടും മഹർഷി ശ്രേഷ്ഠൻ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ ആ നാമമന്ത്രങ്ങളും മൂലമന്ത്രങ്ങളും ജപിച്ചുകൊണ്ട് ആ പലാഴിയിലെത്തി വൈകുണ്ഠ ലോകത്തിലെ ആ ഭഗവാൻ ആദിനാരായണന്റെ പാദങ്ങളിലെ അഭയം പ്രാപിക്കുകയാണ്. അപ്പോ ആ മഹർഷി ശ്രേഷ്ഠനോട് ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ മഹർഷി, ഞാൻ ഭക്തന്മാരുടെ ദാസനും അസുന്ദരനുമാണെന്നുള്ള കാര്യം എന്നെപ്പോലെ അങ്ങേക്കും അറിയാവുന്നതാണല്ലോ. സർവവും ഉപേക്ഷിച്ചിട്ട് എന്നെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന അംബരീഷനാകുന്ന ചക്രവർത്തി ഉപേക്ഷിക്കുവാനുള്ള ശക്തി എനിക്ക് ഒട്ടുമില്ല. ഇവിടെ അങ്ങ് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അങ്ങയുടെ ധർമ്മം, അങ്ങയുടെ പ്രവർത്തിയ കർമ്മത്തെ ആളുകൾ വിനയമില്ലാത്ത കർമ്മമായിട്ടാണ് ധരിക്കുക. അതുകൊണ്ട് വിനയമില്ലാത്ത അങ്ങയുടെ ജ്ഞാനവും തപസ്സും അത് ഭക്തജനങ്ങൾക്ക് പ്രയോജനത്തെ കൊടുക്കുന്നതല്ല. മാത്രമല്ല ഭക്തദ്രോഹം അതെനിക്ക് ക്ഷമിക്കുവാനും കഴിയാത്തൊരു സംഭവമാണ്. ഇനി അങ്ങ് ആത്മാർത്ഥമായിട്ടാണ് അങ്ങ് രക്ഷ കിട്ടുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങ് ആ ഈശ്വര മഹിമയെ അറിയിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിലും രക്ഷയ്ക്ക് വേണമെങ്കിൽ അങ്ങ് അംബരീഷിനെ തന്നെ ആശ്രയിക്കുക, ശരണം പ്രാപിക്കുക. ഇതാണ് അതിനുള്ള ഏകപോംവഴി എന്ന് ശ്രീ മഹാവിഷ്ണു ദുർവാസ മഹർഷിയോട് അറിയിപ്പിക്കുകയാണ്. ഇപ്രകാരമുള്ള ഭഗവാന്റെ ആ വാക്കുകൾ കേട്ടപ്പോ ദുർവാസ മഹർഷി ആ അംബരീഷ ചക്രവർത്തിയെ തന്നെ സമീപിക്കുകയാണ്. അംബരീഷ ചക്രവർത്തിയെ സമീപിച്ച് ആ ചക്രവർത്തിയെ അഭയം പ്രാപിക്കാൻ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാകുമ്പോഴേക്കും അംബരീഷൻ സിംഹാസനത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് മഹർഷിയെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, അരുത്, അവിടുന്ന് എന്നെ നമസ്കരിക്കരുത്. അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടല്ലേ, ഒരു വർഷക്കാലമായല്ലോ അങ്ങ് ഈ സുദർശനത്തിൽ നിന്നും രക്ഷപ്പെടുവാനെന്നുള്ള ഭാവത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ഞാനും ഇവിടെ കാത്തിരിക്കുകയാണ് ഈ ഒരു വർഷക്കാലമായിട്ട് അങ്ങയുടെ തിരിച്ചുവരവിന്. എനിക്ക് അങ്ങയുടെ അനുഗ്രഹമാണ് ആവശ്യം, ആശീർവാദമാണ് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ആ സുദർശന ചക്രത്തെ അംബരീഷൻ നല്ലതുപോലെ സ്തുതിക്കുന്നുണ്ട്. അംബരീഷന്റെ ആ പ്രാർത്ഥനാസ്തുതി ശ്രവിച്ചപ്പോൾ സുദർശനം അവിടെ തന്നെ അന്തർധാനവും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തന്നെ നശിപ്പിക്കുവാൻ ശ്രമിച്ചവരിൽ കൂടി വൈരബുദ്ധി തോന്നാതെ കരുണയും സഹതാപവും തോന്നുക എന്നുള്ളതാണ് യഥാർത്ഥ സജ്ജനത്തിന്റെ ലക്ഷണം
എന്ന് നമുക്കിവിടെ ഈ കഥയിൽ നിന്നും അല്ലെങ്കിൽ ഈ ഇതിഹാസം സംഭവത്തിൽ നിന്നും വ്യക്തമായിട്ടും അറിയാൻ സാധിക്കണം. ഇപ്പോ സന്യാസിമാര്, ഇപ്പൊ ഞാനും ആശ്രമത്തിൽ ഒത്തിരി പേര് വരും പോക്കും ഉള്ളതാണ്. ചിലരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടേണ് വരികയുള്ളൂ. പലരും പറയും ഗുരുവായൂർ അല്ലെങ്കിൽ ഗുരുപദേശം കിട്ടിയവർ കാരണം 7 കിലോമീറ്റർ ചുറ്റളവിനുണ്ടെങ്കിൽ എന്നും ഗുരുദർശനം ഗുരു ആശ്രമത്തിലെത്തി ആ ദർശനവും നമസ്കാരവും അറിയിപ്പിക്കണം എന്നാണ് തന്ത്ര ശാസ്ത്രങ്ങളിലും അതുപോലെയുള്ള ധർമ്മശാസ്ത്രങ്ങളിലൊക്കെ വെളിപ്പെടുത്തുന്നത്. അത് 7 കിലോമീറ്റർ ചുറ്റളവിലായാലും ശരി, 70 കിലോമീറ്റർ ചുറ്റളവായാലും ശരി, 700 ആയാലും ശരി, ഇനിയിപ്പോ രാജ്യത്തിന്റെ പുറത്തായാലും ശരി, അടുത്തുള്ളവരും അകലത്തുള്ളവരായാലും ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ വർഷങ്ങളോളം കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് തിരിച്ചു വരിക. ആശ്രമത്തില് അടുത്ത കാലത്തൊക്കെ അങ്ങനെ നല്ല രീതിയിൽ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പറയും, അവരങ്ങനെ ചെയ്യാമോ അങ്ങനെ ചെയ്യാമോ. ശാസ്ത്രത്തിൽ എനിക്ക് യാതൊന്നും തോന്നാറില്ല. ഒന്നുകൊണ്ടല്ല, കാരണം അവർ പ്രാരബ്ധം, കാരണം അവർ ഈ സംസാരത്തെ നിത്യമായിട്ട് വിലയിരുത്തി മനസ്സിലാക്കുന്നവരാണ്. എന്നെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുത്തോളം ആത്മീയതയെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാനും അറിയാനും അറിയിപ്പിക്കാനും ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഞാൻ തന്നെയാണ് സത്യം, ഞാനാണ് സത്യം, ഞാനാണ് ബ്രഹ്മം എന്നുള്ളൊരു അറിവും പഠിപ്പുമാണ് ഞാൻ മനസ്സിലാക്കിയ അദ്വൈത വേദാന്ത പ്രകാരമുള്ള ജ്ഞാനത്തില് അറിവില് ഉള്ളു. അതുള്ളപ്പം കർമ്മമുണ്ടോ ധർമ്മമുണ്ടോ എന്നൊക്കെയുള്ള മറ്റ് വിവാദപരമായ വിഷയങ്ങളിലേക്ക് തള്ളി നീക്കുന്ന അനവധി ചോദ്യങ്ങൾ മുമ്പിലുണ്ട്. അതിരിക്കട്ടെ. അപ്പൊ നമ്മൾ പിന്നെ ഇവിടെ ധർമ്മം ആചരിക്കുന്ന എന്തിനു വേണ്ടിയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ധർമ്മസംഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട്. ലോകശാന്തിക്കും അതുപോലെ നമ്മുടെ ധർമ്മത്തിന്റെയൊക്കെ ആവശ്യകത ഈശ്വരപ്രാപ്തിക്ക് അനുയോജ്യമായ രീതിയിൽ മനുഷ്യബലം ജീവിക്കുവാൻ വേണ്ടിയിട്ട് സദ്ധർമ്മങ്ങൾ ആചരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളൊരു ആശയത്തെ അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തില് ഞാനും ഈ ഭാഗവത ധ്യാനം പോലെയൊക്കെയുള്ള വിഷയങ്ങൾ നമ്മുടെ ഈ ഇന്റർനെറ്റ് മീഡിയ വഴിയായിട്ടാണെങ്കിൽ കൂടിയും ഇവിടെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോ അങ്ങനെ എന്താ പറയുക, അങ്ങനെയുള്ള അംബരീഷൻ, ദുർവാസ മഹർഷി അംബരീഷന്റെ ഭക്തിയും ബഹുമാനവും ആദരവും എല്ലാം കണ്ടപ്പോ എന്താണ്, ഭിക്ഷയെല്ലാം കഴിച്ച സൽക്കാരൊക്കെ സ്വീകരിച്ച് പരമസന്തുഷ്ടനായിട്ട് നമ്മുടെ ദുർവാസ മഹർഷി അവിടെ നിന്നും തിരിച്ചു പോവുകയും ചെയ്തു. സൂര്യചന്ദ്രന്മാരുള്ളിടത്തോളം കാലം അങ്ങയുടെ കീർത്തി നിലനിൽക്കുമെന്നും മഹാരാജാവിനെ അനുഗ്രഹിച്ചിട്ടാണ് ദുർവാസ മഹർഷി അവിടെ അന്തർധാനം ചെയ്യുന്നത്. അപ്പൊ പണ്ഡിതന്മാരും അതുപോലെ ഋഷിയൊക്കെ ഒരേപോലെ ഈ കഥയുടെ താല്പര്യം വിശദീകരിച്ച് അറിയിപ്പിച്ചതിന് ശേഷം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അവരെന്താണ് അത് എടുത്തു പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ വിഷ്ണു ഭക്തിയുടെ എന്നുവെച്ചാൽ ഈശ്വര ഭക്തിയുടെ മഹിമ നമ്മെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ദുർവാസ മഹർഷി ശ്രേഷ്ഠൻ ഇപ്രകാരം ഒരു വേഷം കെട്ടി എന്നല്ലാതെ സാക്ഷാൽ ശങ്കരമൂർത്തിയുടെ അവതാരമായ അംശമായിരിക്കുന്ന ദുർവാസ മഹർഷിയിൽ ആരും യാതൊരു കാരണവശാലും ഒരിക്കലും യാതൊരു ദോഷത്തെയും കാണരുതെന്ന് കഥയുടെ അവസാനത്തെങ്കിൽ വെളിപ്പെടുത്തുന്നുമുണ്ട്. അപ്പോ അതാണ് ഞാനിവിടെ പറയുകയുണ്ടായി. കാരണം ശാസ്ത്രം ദേവഭാവനയെ കളയുവാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ശൈവരും ശാക്തേയരും വൈഷ്ണവരും സൗരരും ഗാണവത്യരും എന്നുള്ള രീതിയിൽ ഒരേ സമൂഹത്തിൽ ഒരേ സമുദായത്തിൽ ഒരേ കുലത്തിൽ പെട്ടിരിക്കുന്ന ആളുകൾ തന്നെ പരസ്പരം ചേരിതിരിഞ്ഞ് ശൂലം കൊണ്ടും ചക്രം കൊണ്ടും കുന്തം കൊണ്ടും ആയുധം കൊണ്ടും തോക്കുകൊണ്ടും ബോംബ് കൊണ്ടും പരസ്പരം നശിക്കുവാൻ വേണ്ടിയിട്ടല്ല വാസ്തവത്തില് ശാസ്ത്രത്തിന്റെ ആവിർഭാവം അല്ലെങ്കിൽ ആവശ്യകത ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ദേശത്തിനും അതുപോലെ കാലത്തിനും ഒക്കെ അനുയോജ്യമായ രീതിയിൽ വ്യക്തികളിലെ ജീവിത രീതിയും അതുപോലെ ആചാര രീതികളിലും ഏതെല്ലാം രീതിയിലുള്ള മാറ്റങ്ങളുണ്ടെങ്കിലും ആ മാറ്റങ്ങളെല്ലാം എന്താണ്
ആ ഈശ്വരീയമായിരിക്കുന്ന ശക്തി ചൈതന്യത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണ് ഞങ്ങളും നമ്മളും എന്നുള്ള ബോധത്തിൽ സമന്വയിച്ചു പോകുവാനുള്ളൊരു വിവേകം, ഒരു തന്റേടം, ഒരു ആർജവമാണ് വാസ്തവത്തിലെ മനുഷ്യകുലം ആർജിക്കേണ്ടത്. ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ കൊല്ലം ജില്ല, എറണാകുളം ഭാഗത്തൊക്കെ ആയിട്ട് തന്നെ ചിലന്തന കായലൊര പ്രദേശത്തൊക്കെ വാസ്തവത്തില് എന്താ പറയാ, ഈ കക്ക എന്ന് പറയുന്ന പോലെയുള്ള എന്താ പറയാ ജീവിയുടെ മാംസത്തെ വാസ്തവത്തില് മത്സ്യവും മാംസവും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആചാരങ്ങളും അതുപോലെ ധർമ്മങ്ങളും ചെയ്ത് വ്രതമെടുത്തു പോകുന്ന സന്നിധാനങ്ങളിലേക്ക് പോകുന്നവർ കൂടി ഈ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. കാരണം അത്തരമുള്ള ചില പ്രദേശങ്ങളിൽ വാസ്തവത്തിൽ പച്ചക്കറി ഇല്ലാത്ത, അപ്പൊ അവര് അവിടെ കഴിക്കുന്നത് ഈ കറിയാണത്ര. എന്തായാലും അതിനപ്പൊ ചിലര് പറയാം അത് അവരുടെ പാപക്കൂടുതൽ കൊണ്ടാണ് പച്ചക്കറി കിട്ടാത്ത ദേശത്ത് അവർക്ക് ജനിക്കേണ്ടി വന്നത് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ന്യായത്തിന് വേറൊരു ന്യായം എന്നുള്ള രീതിയിൽ അതിനെ പറയാമെങ്കിലും ഇവിടെ ഇപ്പൊ ആചാര രീതിയുടെ പേരിലോ ഭക്ഷണ രീതിയുടെ പേരിലോ പെരുമാറ്റ രീതിയുടെ പേരിലോ സ്വഭാവത്തിലുള്ള വിശേഷം കൊണ്ടോ അല്ലെങ്കിൽ വൈകല്യം കൊണ്ടോ വ്യക്തികളെ തമ്മിൽ മത്സരിക്കാതെ അവരെല്ലാം ഒന്നായിട്ട് കണ്ട് പരസ്പരം സ്നേഹിക്കുവാനും ആദരിക്കുവാനും അതുപോലെ അംഗീകരിക്കുവാനുമുള്ളൊരു മനഃപക്വത നമ്മൾ പ്രത്യേകിച്ച് ഈ ഭാഗവത ധ്യാനം ശ്രവിക്കുന്നവര് വളർത്തിയെടുക്കണം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോഴാണ് നമുക്ക് സംതൃപ്തിയും സമാധാനവും ഉണർത്തുവാൻ സാധിക്കുക. അപ്പൊ ഈ അംബരീഷ ചരിത്രത്തിൽ നിന്ന് അതിൻ്റെ ഒരു ചെറിയൊരു രത്ന ചുരുക്കം, ഒരു തത്വം നമുക്ക് ഈ അവസരത്തിലൊന്ന് ചിന്തിക്കാം. അത് ഇവിടെ നഭകൻ എന്റെ പുത്രനായിട്ടാണല്ലോ ഇവിടെ നാഭാകൻ ഉണ്ടാകുന്നത്. അതായത് നഭകൻ ഗുരുകുലത്തിലാണ്. അപ്പൊ അങ്ങനെ നഭകൻ ഗുരുകുലത്തിൽ കഴിഞ്ഞിരുന്ന സന്ദർഭത്തിൽ അവിടെ ശിവൻ തന്നെ ആത്മോപദേശം ചെയ്യുന്നുണ്ട്. തന്നിവിടെ ഉപദേശം, പ്രത്യേകിച്ച് ആത്മോപദേശം സത്യസന്ധന്മാർക്ക് അല്ലെങ്കിൽ ആത്മാർത്ഥതയുള്ള വ്യക്തികൾക്കാണ് ഗുരുമുഖത്തിൽ നിന്നും ഉപദേശം ലഭിക്കുകയുള്ളൂ. അപ്പോ ഇവിടെ അങ്ങനെയുള്ള ശിവഗുരുവിൽ നിന്നും തന്നെ നേരിൽ ഉപദേശം സ്വീകരിച്ച ആ നഭകന്റെ പുത്രനായിട്ടാണ് നാഭാകൻ ഉണ്ടാകുന്നത്. ആ നാഭാകന്റെ പുത്രനായിട്ടാണ് ഇവിടെ അംബരീഷൻ ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാക്കുവാൻ സാധിച്ചു. അപ്പൊ ഇവിടെ കുട്ടിക്ക് മുത്തശ്ശന്റെ സ്വഭാവമായിരിക്കും, അതല്ലേ നമ്മുടെ ശ്രീ ഗുരു, പരമഗുരു, പരമേശ്വരി ഗുരു എന്ന് വെച്ചാൽ അച്ഛൻ, അച്ഛന്റെ അച്ഛൻ, ആ അച്ഛൻ എന്ന് വെച്ചാൽ മുത്തശ്ശൻ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആ 3 തലമുറയുടെയെങ്കിലും പൈതൃകം അല്ലെങ്കിൽ ആ അറിവ് പകരുവാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ സന്യാസിമാരാണെങ്കിൽ ആദ്യം സ്വീകരിക്കുന്ന ശിഷ്യനെ ആരുടെ പേരാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെയുണ്ട്. എന്ന പോലെ ചില കുലങ്ങളിൽ ജീവിക്കുന്നവരും അവരുടെ ആദ്യ കുട്ടിക്ക് തലമുറയിലെ ആരുടെ പേരാണ് ഇടേണ്ടതെന്നൊക്കെ ഉള്ളൊരു ധാരണയൊക്കെ വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അതിനെ എന്താണെന്ന് വെച്ചാൽ മുത്തശ്ശന്റെ സ്വഭാവമായിരിക്കും വ്യക്തികളിൽ ഉണ്ടാവുക എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും പരമഭാഗവതനും അതുപോലെ വിഷ്ണുഭക്തനുമായിട്ടാണ് നമ്മുടെ അംബരീഷൻ ഇവിടെ വളർന്നു വരുന്നത്. പത്നിയും അതിനനുകൂലമായിരുന്നു. അപ്പൊ വ്രതം സമാപിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവിടെ അംബരീഷ മഹാരാജാവ് പാരണ വീട്ടിയത്. അപ്പോ ദുർവാസാവിന്റെ കൃത്യ എന്ന് പറയുന്ന ആ ഭയങ്കര കൃത്യവാസ്തവത്തിൽ എന്താണ്, അത് പൈശാചികമായ ശക്തിയാണ്. അപ്പൊ ഈ ആഭിചാരം പോലെയുള്ള ഹോമങ്ങളും കർമ്മങ്ങളും ചെയ്യുന്നത് എന്താണ്, താക്ക ഉള്ളിലുള്ളത് കൊണ്ടാണ്. അപ്പോ മനസ്സ് ശുദ്ധമാകാത്തതിന്റെ ലക്ഷണമാണ് പക. അപ്പൊ അതവിടെ ഗുരുക്കന്മാരായാൽ കൂടിയും മനസ്സ് ശുദ്ധമായിട്ടില്ലെങ്കിൽ ആ രാഗദ്വേഷങ്ങളും പകയും ഉണ്ടാകുമെന്നുള്ളൊരു എന്താ പറയാ ഒരു സൂചനയാണ് നമുക്ക് ദുർവാസ മഹർഷി അവിടെ വരച്ച് കാണിച്ചു തരുന്നത്. എന്തായാലും ഇവിടെ ആ സപ്തദ്വീപുകളെ വടക്കി ഭരിച്ചിരുന്ന ദുർവാസ മഹർഷി അംബരീഷ മഹാരാജാവ് ക്ഷേത്രങ്ങളിലെ എല്ലാ സേവനവും ചെയ്തു വന്നിരുന്നു എന്നാണ് പറയുന്നത്. എല്ലാ എന്താ പറയാ അവിടെ ഏതെങ്കിലും തരത്തില് ഉള്ള മാലിന്യം അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ അതിനൊക്കെ എടുത്തു കളയാനും അങ്ങനെ ശുദ്ധീകരിക്കുവാനും അങ്ങനെ മാല കെട്ടുവാനും അങ്ങനെ ഏതെല്ലാം രീതിയിൽ ഒരു മഹാരാജാവായിട്ടുകൂടി ക്ഷേത്രത്തിന് വേണ്ട സേവാധർമ്മം ചെയ്യുന്നതില് രാജാവ് മടി കാണിച്ചിട്ടില്ല എന്നുള്ളതും നമുക്ക് അവിടെ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ദുർവാസാവിന് ആഹാരം കൊടുത്തതിന് ശേഷമാണ് താൻ 1 വർഷം കാത്തിരുന്നിട്ടും
നമ്മുടെ അംബരീഷൻ ആഹാരം കഴിച്ചുള്ളൂ എന്നുള്ളതും നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു വർഷക്കാലം കാത്തിരിക്കുവാൻ സാധിച്ചു. ഇവിടെ അംബരീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശം പോലെ മനസ്സ് വികസിച്ച ഒരു വ്യക്തിത്വത്തെയാണ് അംബരീഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അമ്പരത്തെ അമ്പുകൊണ്ട് കളഞ്ഞവൻ എന്നുവെച്ചാൽ ആവരണഭംഗം, അതായത് പരിശുദ്ധൻ, പരിശുദ്ധിയുള്ള ആള് എന്നാണ്. ഇവിടെ സുദർശനമാണ് രക്ഷയ്ക്കായിട്ട് വന്നത്. എന്താ സുദർശനം എന്ന് പറഞ്ഞാൽ? സുഷ്ഠൂദർശനം, അതാണ് സുദർശനം, സമ്യക് ദർശനം. അപ്പൊ നമുക്ക് സമ്യക് ദർശനം ഉണ്ടാകുമ്പോഴോ എല്ലാ നന്മതിന്മകളും, എല്ലാ ധർമാധർമ്മങ്ങളും, എല്ലാ പാപപുണ്യങ്ങളും നമ്മുടെ ജ്ഞാനാഗ്നിയിൽ ദഹിച്ച് ഭസ്മമായിട്ട് പോകും. ഇവിടെ ആ സുദർശന ചക്രത്തിനെ എല്ലാം നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. 1000 മുനകൾ അതിനു വേണ്ടിയിട്ടാണ്, അനന്തങ്ങളായ മുനകൾ. അപ്പൊ ഇവിടെ മൂർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? വിവേകം വരുത്തുവാനുള്ള കഴിവുള്ളതാണ്. അപ്പോ ജ്ഞാനവാളുകൊണ്ട് ഹൃദയഗ്രന്ഥി മുറിച്ച് സ്വരൂപത്തിലെത്തണം എന്നുള്ളൊരു തത്വമാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ അംബരീഷ ചരിത്രത്തിൽ നിന്നും ബോധിക്കുവാൻ ആയിട്ടുള്ളത്. നമ്മളും ഗുരുമുഖമായിട്ട് ഉപദേശമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഉപദേശത്തെ, അനുഷ്ഠാനത്തെ, ആചാരത്തെ സദാ സ്മരിച്ച് ഗുരു നിർദ്ദേശിക്കുന്ന രീതിയിൽ സന്ധ്യാസമയങ്ങളിലോ അല്ലെങ്കിൽ സമയമുള്ള സമയങ്ങളിലോ അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ഏതെങ്കിലും ഒരു സമയത്ത്, കാരണം ഈശ്വരനുമായിട്ട് നമുക്ക് ബന്ധം സ്ഥാപിക്കുവാൻ ഇന്ന സമയം എന്നുള്ളതിനൊന്നും വാസ്തവത്തിൽ വലിയ പ്രസക്തിയില്ല. എങ്കിലും നമ്മൾ അതിനൊരു ഏകീകരണം, ക്രോഡീകരണം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് സന്ധ്യ, സായം സന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, അർദ്ധരാത്രി സന്ധ്യ എന്നൊക്കെ ഇങ്ങനെ സമയത്തെ വിഭജിച്ചിരിക്കുകയാണ്. എന്തായാലും ശ്രീ ഗുരുമുഖമായിട്ട് എല്ലാവരും ഈശ്വരീയമായ ശക്തിയുടെ ഒരു മൂലമന്ത്രത്തെ ഉപദേശമായിട്ട് സ്വീകരിച്ച് ആ മന്ത്രത്തെ ജപിച്ചുകൊണ്ടും ഈശ്വരന്റെ രൂപത്തെ ധ്യാനിച്ചുകൊണ്ടും നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ആ ഈശ്വരന്റെ തൃപാദപത്മങ്ങളിൽ, ഗുരുവിന്റെ തൃപാദപത്മങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ സന്തോഷത്തോടുകൂടി ധർമ്മം ആചരിച്ചു പോകുമ്പോൾ നമ്മുടെ സംസ്കാരവും നമ്മുടെ പൈതൃകവും നമ്മുടെ ധർമ്മവും എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇവിടെ വിജയം പ്രാപിക്കുകയും നിലനിൽക്കുകയും ചെയ്യും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല.